തെറ്റിലേക്ക് നയിക്കപ്പെടുവാൻ 100 കാരണങ്ങൾ ചുറ്റിലുമുള്ളപ്പോൾ അതിലൊന്നും പെടാതിരിക്കുവാൻ ഒരൊറ്റ കാരണമേയുള്ളൂ. അത് നേര് തിരഞ്ഞെടുക്കുവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ദൃഢമായ തീരുമാനം മാത്രമാണ്. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. പകരം നിങ്ങൾ ഒരു തവണ പോലും പരിശ്രമിച്ചു നോക്കാതെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് ഓർത്തു നോക്കുക. നമുക്കാരുണ്ട് ഈ ലോകത്ത് എന്ന് ചിന്തിച്ച് വിഷമിക്കാതെ നമ്മെ വിശ്വസിച്ച് ആരൊക്കെയുണ്ട് എന്ന് ചിന്തിച്ചാൽ ജീവിതം അർത്ഥമുള്ളതാകും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നു കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി ബാധിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീറുണ്ടാകാം. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല, പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത്. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ടെന്നും തന്നെ പറയുക. എന്ത് വിചാരിക്കും എന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കാം. അവസരം, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ്. എന്നാൽ സുഹൃത്തിൻ്റെ വിജയത്തിൽ അസ്വസ്ഥരാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ്. നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ പോകുന്നു. നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെറിയൊരു സ്ഥാനവുമാണ്. നമ്മൾ ഏതൊരു കാര്യത്തിലും ഭയപ്പെടുന്നതെല്ലാം വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണ്. കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയാൽ ഒരിക്കലും ഭയമുണ്ടാകില്ല. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കത് കേവലം വാക്കുകൾ മാത്രമായിരിക്കാം. പക്ഷെ ചിലർക്ക് അത് ജീവിതത്തിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാവാം. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ ഇനി ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത്. ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ സ്വയം മാറി നിൽക്കുക. ഒരിക്കലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാകരുത് ഓരോ ബന്ധങ്ങളും. ഏത് സമയവും ഒരുപോലെ വില കൽപ്പിക്കുന്നതാവണം ഓരോ ബന്ധങ്ങളും. അങ്ങനെയുള്ള ബന്ധം ഒരിക്കലും തളരുകയുമില്ല, തോൽക്കുകയുമില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മനോഭാവം. മനോഭാവം നമ്മുടെ നിയന്ത്രണത്തിലായാൽ ജീവിതവും നിയന്ത്രണത്തിലാവും. ഉറച്ച നിലപാടും സ്ഥിരതയും പകരം വയ്ക്കാനാവാത്ത ശീലങ്ങളാണ്. അവ വിജയത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളുമാണ്. താഴ്മയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. അറിവാണ് സമ്പത്ത്. ക്ഷമയാണ് നിലനിൽപ്പ്. പരിജ്ഞാനമാണ് അംഗീകാരം. അച്ചടക്കമാണ് കരുത്ത്. പ്രാർത്ഥനയാണ് വിജയം. ഒരു വിഡ്ഢിയുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ കവിളിലിരിക്കുന്ന കൊതുകിനെ അടിക്കുന്നത് പോലെയാണ്. കൊതുക് ചത്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും അടി കിട്ടും. എല്ലാ വിവേകശൂന്യമായ ചോദ്യങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല ഉത്തരം നിശബ്ദതയാണ്. എല്ലാ നിർണായക സാഹചര്യങ്ങളിലും ഒരു പുഞ്ചിരിയാണ് ഏറ്റവും മികച്ച പ്രതികരണം. നമുക്ക് സ്വയം നിയന്ത്രിക്കുവാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം നിയന്ത്രിക്കണം. നമ്മളൊന്ന് ക്ഷമിച്ചാൽ മാത്രം പരിഹാരമാകുന്ന പല പ്രശ്നങ്ങളും ശാന്തതയോടെ കൈകാര്യം ചെയ്താൽ തീരാവുന്ന വെല്ലുവിളികളുമുണ്ട്. ഓരോന്നിനും അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നതാണ് മനസ്സിൻ്റെ പക്വത. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനാണെന്നും കൈവിട്ടു പോയതൊന്നും നഷ്ടങ്ങളല്ലെന്നും ചിന്തിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം സുന്ദരമാകും. നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ
എപ്പോഴും മുൻതൂക്കം നഷ്ടങ്ങൾക്ക് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നമ്മുടെ ഇന്നലെകളാണ്.